SDPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഷാൻ വധക്കേസിലെ കുറ്റപത്രം മടക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതികളുടെ ഹർജി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് RSS BJP പ്രവർത്തകരായ പ്രതികൾ നൽകിയ ഹർജി പരിഗണിക്കുന്നത്. ജില്ലാ സി ബ്രാഞ്ച് DYSP KV ബെന്നിയാണ് അന്വേഷണം നടത്തി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണെന്നും DYSPക്ക് ഇതിന് അധികാരമില്ല എന്നുമാണ് പ്രതികൾ ഉന്നയിക്കുന്ന വാദം. ലെവിൻ K. വിജയൻ. ലെവിൻ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്? നികേഷ്, 2 വർഷത്തിന് ശേഷം ഷാൻ വധക്കേസിൽ വിചാരണ ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കെയായിരുന്നു ബന്ധുക്കൾക്ക് തിരിച്ചടിയായി ഇന്ന് പ്രതികൾ വീണ്ടും കോടതിയെ സമീപിച്ചത്. കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ആലപ്പുഴ സി ബ്രാഞ്ച് DYSP ആയിരുന്ന KV ബെന്നിയായിരുന്നു. ഈ DYSPക്ക് ഈ കേസിൽ അന്വേഷണം നടത്താൻ ചുമതലയില്ല. മാത്രമല്ല, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന് പരിധിയിലാണ് കേസും കൊലപാതകവും നടന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ് ഇത് സംബന്ധിച്ച കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കേണ്ടത്. ഇക്കാര്യത്തിൽ നിയമപരമല്ലാത്ത ചില കാര്യങ്ങൾ പോലീസിന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് കോടതിയെ RSS BJP പ്രവർത്തകരായ പ്രതികൾ സമീപിച്ചത്. ഈ ഹർജി ഇന്ന് SDPIയുടെ കൂടി അഭിഭാഷകനായ പബ്ലിക് പ്രോസിക്യൂട്ടർ PP ഹാരിസ് ഹാജരാകും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനുശേഷം ഈ ഹർജിയിൽ തീർപ്പാക്കിയതിനു ശേഷം മാത്രമേ ഈ ഷാൻ കേസിന്റെ വിചാരണ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് തന്നെയാണ് PP ഹാരിസ് അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത്, ഈ ഒരു പ്രതികളുടെ ഒരു ആവശ്യം കോടതി പരിഗണിച്ചാൽ ഷാൻ കേസിലെ വിചാരണ ഇനിയും നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഹർജിയിന്മേൽ തീർപ്പാക്കിയതിനു ശേഷം മാത്രമേ വിചാരണ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നും PP ഹാരിസ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ഈ ഷാൻ വധക്കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെ വിവാദമുണ്ടാക്കിയ കേസായിരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ 2021 ഫെബ്രുവരിയിലാണ് RSS BJP പ്രവർത്തകനായിട്ടുള്ള നന്ദു കൃഷ്ണ കൊല്ലപ്പെടുന്നത്. SDPI പ്രവർത്തകരായി ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് KS ഷാനെ RSS BJP പ്രവർത്തകർ ചേർന്ന് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ച് രാത്രിയിൽ വാഹനം വധക്കേസിൽ കുറ്റപത്രം മടക്കണം എന്നുള്ള പ്രതികളുടെ ഹർജിയാണ് ഇന്നിപ്പോ ആലപ്പുഴ കോടതി പരിഗണിക്കുന്നത്. നമുക്കൊപ്പം ചേർന്നത് ലെവിൻ K. വിജയനാണ്.